ശ്രീ സജീവൻ നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വ്യക്തമായി നേരത്തെ KT പറഞ്ഞു വെച്ചിട്ട് കോൺക്രീറ്റായ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. അതിൽ ഇസ്മായിലിൻ്റെ അടക്കം റോളിനെ കുറിച്ച്, പാറക്കൽ അബ്ദുള്ള റോളിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി താങ്കൾക്കും അതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാകും. അത് ഈ പറയുന്നത് പോലെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ആ 94-ലെ ആന്റണി സർക്കാരിൻ്റെ കാലത്ത് ശിവഗിരിയിൽ നടത്തിയ നരനായാട്ട്, പോലീസിൻ്റെ നായാട്ട്, അതിൻ്റെ ഏറ്റവും അവസാനം ഇങ്ങേ തലക്കിലെത്തി നിൽക്കുന്ന മാടാക്കര, അവിടെയൊക്കെ എങ്ങനെയാണ്, അതായത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എവിടെയാണ് സംഘപരിവാർ വിത്തിട്ട് തുടങ്ങിയത്, അതിൻ്റെ ഇങ്ങേ തലയ്ക്കൽ മാടാക്കരയിലെത്തുമ്പോൾ അത് ഇത്തിരി കൂടി വിപുലമായി മാറിയിരിക്കുകയാണ്. അതിന് വളമിട്ട് കൊടുക്കുകയാണ് VD സതീശൻ സർക്കാർ, ലീഗ്. ഇതിലേറ്റവും ഗൗരവമായി എടുത്ത് പരിശോധിക്കേണ്ടത് ലീഗിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടൊരു അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ? അവിടെ നടത്തുന്നത് ശരിയല്ല, അത് പോലീസ് കയറുന്നത് ശരിയല്ല എന്ന് പറയാൻ ലീഗിന് കഴിഞ്ഞിട്ടുണ്ടോ? ലീഗിൻ്റെ പ്രശ്നം എന്താണ്? എല്ലാ കാലത്തും അധികാരം തന്നെയാണ്. അതിനവർ തൊപ്പൂരിട്ട് ചേർന്ന് നിന്നാൽ പോലും അവർക്ക് കുഴപ്പമില്ല. ചത്ത കുതിര എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ലീഗിൻ്റെ പ്രശ്നം മുസ്ലിം സമുദായം തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ അവരുടെ പ്രശ്നം അധികാരം തന്നെയാണ്. ആ മുസ്ലിം സമുദായമല്ല പ്രശ്നം. അവിടെ ഇനി പള്ളിയിൽ കയറി ബൂട്ടിട്ട് ആരെ ചവിട്ടിയാലും കൊന്നാലും അവർക്ക് പ്രശ്നമില്ല. ലീഗിനെ തിരിച്ചറിയേണ്ടതല്ലേ ഈ കാലഘട്ടത്തിൽ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് താങ്കൾ പറഞ്ഞ പോലെ ലീഗ് നേതാക്കന്മാര് ഇത് വലിയ പ്രശ്നമായിട്ട് എടുക്കുമായിരുന്നു, ഭരിക്കുന്നത് LDF ആയിരുന്നു എങ്കിൽ. ഇത് ഞാൻ അതിനാക്കാണ് ഈ കഴിഞ്ഞ സർക്കാർ, LDF സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. മാടാക്കര സംഭവം ഉണ്ടാവുന്നത് ഈ പിണറായി സർക്കാരിന്റെ കാലത്താണ് എങ്കിൽ, പിണറായി സർക്കാരിന്റെ LDFിൽ ആര് ഭരിച്ചാലും ആ കാലത്താണ് എങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ? അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് ലീഗ് നേതൃത്വം കൊടുക്കുമായിരുന്നു. ഇവിടെ അങ്ങനെ ഉണ്ടായില്ല. പ്രതികരിച്ച ഓരോരുത്തരും അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം നമുക്കറിയാം. അതിനേക്കാളൊക്കെ അപ്പുറത്ത് നടപടി ഉണ്ടായി, അതോ നടപടി ഉണ്ടായില്ലേ എന്ന രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നടപടി എന്താണ്? ഞാനതാ ചോദിച്ചത്. നടപടി എന്ന് പറഞ്ഞ് ഇത്രയും ഭീകരമായ രൂപത്തിലുള്ള ഒരു കാര്യം നടന്നിട്ട് പോലീസ് ഇപ്പൊ ഇവിടെ റംഷാദ് തന്നെ പറഞ്ഞു, അവിടെ അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല, ഒരു ക്രിമിനൽ ഒഫൻസ് അവിടെ നടന്നിട്ടില്ല. അത് നടക്കേണ്ടിയിരുന്നോ? പോലീസ് തടയല്ലേ വേണ്ടത്? അവിടെ സ്വാഭാവികമായ തർക്കങ്ങൾ ഉണ്ടാകുന്നതായിരിക്കാം. ആ സമയത്ത് പോലീസ് ഇത്തരത്തിൽ പോയിട്ട് ലാത്തി ചാർജ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണോ? നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ അക്രമം ഉണ്ടാകുമ്പോഴാണ് പോലീസ് ആക്ട് ചെയ്യുക. അതല്ലെങ്കിൽ അതിന് രമ്യമായിട്ട് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇവിടെ ആക്ട് ചെയ്തു, ഇങ്ങനെ ഒരു കാര്യവുമില്ലാതെ, ഒരു പ്രകോപനവുമില്ലാതെ, അത് ഇപ്പോഴത്തെ രീതിയിൽ തല്ലിച്ചതക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ഇല്ലാതെയാണ് പോലീസ് പള്ളിക്കകത്ത് കയറിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്ത്. എന്നിട്ട് എന്താണ് നടപടി? ആ നടപടി അതാണ് എനിക്ക് മനസ്സിലാവാത്ത നടപടി. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടാകുമെങ്കിൽ എല്ലാ പോലീസുകാരും ഉണ്ട്. ഒരു ഉത്തരവാദിയായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അയാളെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്ന രീതിയിലേക്ക് പോകണ്ടേ? സസ്പെൻഷൻ പോലും ഒരു നടപടിയല്ലാന്ന് വെക്കാം, പക്ഷെ ആ രീതിയിലേക്ക് പോകണ്ടേ? ഇവിടെ സ്ഥലം മാറ്റി, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നു. അവർക്ക് വേറൊരു പ്രശ്നമില്ല. അതായത് അവിടെ തന്നെയാണ് എങ്കിൽ അവിടെ പ്രതികരണം കുറെ കൂടി ശക്തമാകുന്നുള്ളതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ സംരക്ഷണം കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ ഈ സമയത്തൊന്നും അവരെ മാറ്റി നിർത്തുന്നു. ഇനി എന്തെങ്കിലും വേറെ സ്ഥലത്ത് സമയം കഴിഞ്ഞാൽ ഇത് പ്രശ്നങ്ങളൊക്കെ തീർന്ന അവരെ കുറെ കൂടി നല്ല സ്ഥലത്തേക്ക് കൊണ്ട് ഇപ്പോൾ തന്നെ കൊണ്ടുപോയിട്ടുള്ള പോലീസ് ആസ്ഥാനത്തേക്കാണ്. പോലീസ് ആസ്ഥാനത്തേക്ക് എന്നാൽ അവർ റിസർവിൽ നിർത്തുക എന്നുള്ള അർത്ഥം. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ ശിവഗിരിയുടെ കാര്യം പറഞ്ഞല്ലേ, ഞാൻ ഓർക്കുന്നതിന്റെ ആ സമയത്തുണ്ടായ കാര്യങ്ങൾ അതിഭീകരമായ രൂപത്തിൽ പോലീസ് അവിടെ ബൂട്ടിട്ട് ചവിട്ടിയാകെ സന്യാസിമാരെ പോലും ചവിട്ടി വീഴ്ത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയോ അന്ന് ഭരണത്തിലുണ്ടായിരുന്ന മറ്റേതെങ്കിലും നേതാക്കന്മാരോ മുന്നണിയിലെ ഏതെങ്കിലും നേതാക്കന്മാരോ അതിനെ അപലപിച്ചിട്ടില്ല. അതിൽ രോഷം കൊണ്ടിട്ടാണ് ഇവിടെ KT പറഞ്ഞല്ലോ, MS മണി സാർ എൻ്റെ ഗുരുവാണ്. മണി സാറ് ഞാൻ തന്നെ എഴുതുമെന്ന് അദ്ദേഹം അന്ന് പ്രകടിപ്പിച്ച ധാർമ്മിക രോഷം എൻ്റെ കണ്ണിന് മുമ്പിൽ ഇപ്പോഴുമുണ്ട്. ഞാൻ തന്നെ അതിനെക്കുറിച്ച് എഴുതും എന്ന് പറഞ്ഞ അദ്ദേഹം തുടർച്ചയായിട്ട് കേരളമോദി പത്രത്തിൽ എഴുതിയിരുന്നു. ശിവഗിരി കുന്നുകളിലെ കാർമേഘങ്ങൾ എന്ന് പറഞ്ഞിട്ട് പിന്നീടാണ് പുസ്തകമായിട്ട് മാറിയത്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടും അന്ന് ഇതേപോലെയായിരുന്നു. അതിനെ ഏതാണ്ട് ന്യായീകരിക്കും, പോലീസ് കൂട്ടിട്ടില്ല, പോലീസ് നഗ്നബാധരായിട്ടാണ് പോയതെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ന്യായീകരിച്ച്. ഇപ്പോഴും പോലീസ് ബൂട്ടിട്ടിട്ടാണോ കത്ത് കയറിയത് ഇല്ലയോ എങ്ങനെ ആ കാര്യം ഞങ്ങൾ പരിശോധിക്കും എന്നൊക്കെ പറഞ്ഞ് നീട്ടി മയപ്പെടുത്തി കൊണ്ടുപോകും. കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് ഈ നോൺ ഇഷ്യൂ ആയിട്ട് മാറും. ഇതൊരു വസ്തുതയെ അല്ലാതായിട്ട് മാറും. അങ്ങനെ കൊണ്ടുപോയിട്ട് തകർക്കേണ്ട ഒന്നാണോ ഇത്?
ഇത് ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യം വീണ്ടും പറയുന്നു. ഇതിന്റെ നേട്ടം ആർക്കാണ്? ഈ ഒരു സംഭവത്തിലൂടെ നേട്ടം കൊയ്യുന്നത് ഇവിടെ പള്ളികളിൽ മുഴുവൻ തമ്മിൽ തല്ലാണ്, അതാണ് വെട്ടിപ്പാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് നേട്ടം കൊയ്യുന്നത് മുഴുവൻ ഇവിടുത്തെ സംഘപരിവാറായിരിക്കും. അതിനൊരു അവസരം അത് പോലീസുകാർ അവിടെ പോയിട്ട് ചെയ്യേണ്ടി വന്നു, അത്രയും വഷളായ രീതിയിലാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവർ പോലീസുകാരെ പ്രകീർത്തിക്കും. അപ്പോ അങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കേണ്ടതായിരുന്നു പോലീസ് എന്നാണ് നമ്മുടെ ഏറ്റവും കൂടി ചിന്തിക്കേണ്ടത്. അങ്ങനെ അവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ രീതിയിലാണോ നേതാക്കന്മാർ, ഭരണരംഗത്തുള്ള നേതാക്കന്മാർ പ്രതികരിക്കേണ്ടത് എന്ന് കൂടി നമ്മൾ നോക്കേണ്ടതാണ്.